ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഞങ്ങൾ മറൈൻ ഡ്രൈവിലോട്ട് പോവാട്ടോ. ഇവിടെ മറൈൻ ഡ്രൈവിൽ സാംസങ്ങിൻ്റെ ഒരു സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ പോവാണ്. നല്ല മഴക്കോളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറേ നാളായി. പണ്ട് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന സ്ഥലമായിരുന്നു മറൈൻ ഡ്രൈവ്. ഇവിടെ വന്ന് ബോട്ടിങ്ങും അങ്ങനെ, അല്ലെങ്കിൽ ഇവിടെ വന്ന് വെറുതെ കാറ്റൊക്കെ കൊണ്ടിരിക്കുക, ഇതുവഴി വെറുതെ നടക്കും. അതുപോലെ നാട്ടിൽ നിന്ന് ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങളിവിടെ ബോട്ടിങ്ങും അതുപോലെ ഇവിടെ അടുത്തൊക്കെ ഉള്ളൊരു സ്ഥലത്താണ് കറങ്ങാൻ പോകാറുണ്ടായിരുന്നത്. അപ്പം കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എന്തായാലും വന്നതല്ലേ, അപ്പോൾ മഴ വരുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ S22 അൾട്രയുടെ ഡിസ്പ്ലേക്ക് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ സാംസങ്ങിൻ്റെ സർവീസ് സെൻറ്ററിൽ വന്നത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ടൈൽ നോക്കാൻ പോയില്ലേ, അവിടെ വെച്ചിട്ട് റിച്ചു നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ അവനെ എടുത്തുകൊണ്ടിരുന്നതായിരുന്നു. നേരെ കൈ തട്ടിയിട്ട് ഫോണിലാണ് തട്ടിയത്. ഫോൺ അതുപോലെ കമന്ന് വീണ് ഡിസ്പ്ലേ നേരെ തറയിൽ വന്ന് വീണു. ഡിസ്പ്ലേ അടിച്ചു പോയി. ഞാൻ വളരെയധികം ആശിച്ച് വാങ്ങിയൊരു ഫോണായിരുന്നു. അപ്പോൾ അൾട്രയ്ക്കകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടല്ലോ വീഡിയോയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ വേണം എന്ന് ആഗ്രഹിച്ച് വാങ്ങിയൊരു ഫോണാണ്. മര്യാദയ്ക്ക് വീഡിയോസ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും വല്ലാത്തൊരു ഷോക്കായിരുന്നു അത്. അപ്പം ഹസ്ബൻഡ് ഡിസ്പ്ലേ ഇഷ്യൂ കാണിക്കാൻ വേണ്ടി അവിടെ സർവീസ് സെൻറ്ററിലോട്ട് പോയി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് അപ്പോൾ അവിടെ കുറേ ഫോണും ലാപ്ടോപ്പിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ചുമ്മാ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ S24 അൾട്ര അങ്ങനെ കുറേ ഫോൺസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും സംസാരിച്ച് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റണം എന്ന് പറഞ്ഞു. 20K 21K എന്തോ ആയിരുന്നു ഡിസ്പ്ലേ മാറ്റുന്നതിന്. അങ്ങനെ അത് 2-3 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും സമയം നമ്മളിങ്ങനെ അവിടെയൊക്കെ നിന്ന് പിന്നെ മറൈൻ ഡ്രൈവിലും അവിടെയൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇത്ര പെട്ടെന്ന് തന്നെ 21K വെറുതെ പോകും നമ്മൾ വിചാരിച്ചില്ല. അത് ഡിസ്പ്ലേ പോയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു മിക്കവാറും ഡിസ്പ്ലേ മാറ്റേണ്ടി വരും എന്ന്. അങ്ങനെ നമ്മൾ ഫോൺ അവിടെ കൊടുത്തു. 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് പിന്നെ ഇറങ്ങി വീണ്ടും മറൈൻ ഡ്രൈവിൽ വന്നിട്ട് ഇവിടെ അടുത്ത് സിൽക്കോണിൻ്റെ ഒരു ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ബോട്ടിങ്ങിന് പോകാമെന്ന്. അപ്പം ഞാൻ മഴക്കോളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ബോട്ടിങ്ങിനൊന്നും പോകണ്ട, നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ടൊരു കുഴിമന്തിയൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ കുറേ നേരം അവിടെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ചെന്ന് ഫോൺ വാങ്ങി. അവിടുന്ന് നേരെ ഇനിയിപ്പം അതിന് ഡിസ്പ്ലേ കവർ ഒട്ടിക്കണമല്ലോ. അങ്ങനെ നമ്മൾ നേരെ എടപ്പള്ളി മൈജിയിൽ വന്നു. അവിടെ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഫോണിൻ്റെ ബാക്ക് കവർ എന്ന് പറയുന്നത് അത്രയും കുറച്ച് കവറിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർവ്ഡ് എഡ്ജ് അല്ലേ, അപ്പോൾ കുറച്ച് കവറിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ കവറിങ് കിട്ടുന്ന കവർ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒരു ബാക്ക് കവറൂടെ വാങ്ങി. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് ഓൺലൈനിൽ വേറെ കുറച്ചുകൂടെ നല്ല കവർ ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങാം, തൽക്കാലത്തേക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു കവർ വാങ്ങി. 599 എത്രയോ ആയിരുന്നു കവറിന്. അങ്ങനെ സ്ക്രീൻ ഗാർഡും കവറൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.